നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിൽ ആരംഭിച്ച യുദ്ധം ബ്രിട്ടീഷ് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ സാരമായി ബാധിക്കുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം ഒരു മാസം പിന്നിടുമ്പോൾ ഇന്ധനവില, ഊർജ്ജ നിരക്കുകൾ, ഭക്ഷണ ചെലവ് എന്നിവയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ബ്രിട്ടീഷ് ജനതയുടെ ബജറ്റിനെ തകിടം മറിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിലൊന്ന് ഇന്ധനവിലയാണ്. ഇന്ധനവില 100 പൗണ്ടിന് മുകളിൽ എത്തിയിരിക്കുകയാണ്. ബ്രിട്ടനിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധനക്കപ്പലുകളുടെ ഗതാഗതം ഇറാൻ തടഞ്ഞതോടെ ആഗോള എണ്ണവില കുതിച്ചുയർന്നു. ഇത് ബ്രിട്ടനിലെ പെട്രോൾ, ഡീസൽ വിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നിലവിൽ പെട്രോൾ ലിറ്ററിന് 152.8 എന്ന നിരക്കിലെത്തി. യുദ്ധം തുടങ്ങിയ ശേഷം 20 പെൻസിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഡീസലിന് ലിറ്ററിന് 182.8 ഉയർന്നു. 55 ലിറ്ററുള്ള ഒരു ഫാമിലി കാർ ഫുൾ ടാങ്ക് അടിക്കാൻ ഇപ്പോൾ 100 പൗണ്ടിലധികം ചെലവാകും. 2021 ഡിസംബറിന് ശേഷം ആദ്യമായാണ് ഇന്ധനവില ഈ നിലവാരത്തിലെത്തുന്നത്. മറ്റൊന്ന് വൈദ്യുതി, ഗ്യാസ് ബില്ലുകളാണ്. മൊത്തവ്യാപാര വിപണിയിലെ വിലക്കയറ്റം കാരണം വരാനിരിക്കുന്ന ജൂലൈ മാസത്തിൽ ഗ്യാസ്, വൈദ്യുതി ബില്ലുകളിൽ ശരാശരി 288 പൗണ്ടിന്റെ വർധനവുണ്ടായേക്കുമെന്ന് കോൺവാൾ ഇൻസൈറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ ഒരു ശരാശരി കുടുംബത്തിന്റെ വാർഷിക ഊർജ്ജ ബിൽ 1929 പൗണ്ടായി ഉയർന്നേക്കാം. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അവസാനിക്കുന്നതുവരെ ഊർജ്ജ മേഖലയിലെ ഈ അനിശ്ചിതത്വം തുടരും. മറ്റൊന്നാണ് ഭക്ഷണ ചെലവ് കുതിച്ചുയരുന്ന അവസ്ഥ. യുദ്ധം ഗതാഗത മേഖലയിലും ഊർജ്ജ മേഖലയിലും ഉണ്ടാക്കിയ പ്രതിസന്ധി സൂപ്പർ മാർക്കറ്റുകളിലെ വില നിലവാരത്തെയും ബാധിച്ചു. മാംസം, റെഡി മീൽസ്, കോഫി എന്നിവയുടെ വില അതിവേഗമാണ് വർദ്ധിക്കുന്നത്. ഹീറ്റിംഗ് സംവിധാനം ഉപയോഗിക്കുന്ന ഗ്രീൻ ഹൗസുകളിൽ കൃഷി ചെയ്യുന്ന തക്കാളി, കക്കിരി എന്നിവയുടെ വില അടുത്ത 6 ആഴ്ചക്കുള്ളിൽ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. വളത്തിന്റെ വില ഇരട്ടിയായതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഭക്ഷണ സാധനങ്ങളുടെ പണപ്പെരുപ്പം വരും മാസങ്ങളിൽ 8% മുകളിലേക്ക് എത്തിയേക്കാം എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം. മറ്റൊന്നാണ് ഹീറ്റിംഗ് ഓയിൽ പ്രതിസന്ധി. ഗ്രാമീണ മേഖലയിലെ 15 ലക്ഷത്തോളം കുടുംബങ്ങൾ വീടുകൾ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് ഓയിൽ അഥവാ കെറോസിന് റെക്കോർഡ് വില വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി ലിറ്ററിന് 53.5 ആയിരുന്ന വില മാർച്ചിൽ 104.1 ഉയർന്നു. ഇത് 1989 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. വടക്കൻ അയർലൻഡിലെ 62% വീടുകളെയും ഇത് ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റൊന്നാണ് വിമാനയാത്രാ നിരക്കുകൾ കുത്തനെ ഉയരുകയാണ്. ജെറ്റ് ഇന്ധനത്തിന്റെ വിലയിലുണ്ടായ വർധനവ് വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർത്തി. ഇറാനിലെ ആക്രമണത്തിന് മുൻപ് ഒരു ഗാലന് $2.50 ആയിരുന്ന ജെറ്റ് ഇന്ധന വില ഇപ്പോൾ $4.24 ബ്രിട്ടൻ ആവശ്യമുള്ള ജെറ്റ് ഇന്ധനത്തിന്റെ പകുതിയോളം മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ വിതരണ ശൃംഖല തടസ്സപ്പെടുകയും ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന ഭീതി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പണപ്പെരുപ്പവും ജീവിത ചെലവും വലിയ രീതിയിൽ ഉയരുകയാണ്. മൊത്തത്തിൽ പണപ്പെരുപ്പ നിരക്കിൽ ഓരോ 1% വർധനവും ഒരു ശരാശരി കുടുംബത്തിന്റെ വാർഷിക സൂപ്പർ മാർക്കറ്റ് ബില്ലിൽ 50 പൗണ്ടിന്റെ അധിക ബാധ്യത വരുത്തും. ഈസ്റ്റർ വിപണിയിലും ഇതിന്റെ ആഘാതം പ്രകടമാണ്. ചോക്ലേറ്റ് വിലയിലൊക്കെ 8% വർധനമാണ് ഉണ്ടായതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. UK സർക്കാർ ഊർജ്ജ ബില്ലുകളിൽ ടാക്സ് ഇളവുകൾ നൽകണമെന്നും ജനങ്ങളെ സഹായിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നുണ്ട്. മധ്യേഷ്യയിലെ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് സാമ്പത്തിക രംഗം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ്.